ഹായ്, എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഒരു ഷുഗർ ക്രേവിങ്സ് ഷുഗറിനെ പറ്റി സംസാരിക്കുന്ന ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ടായിരുന്നു. ഞാൻ ഷുഗർ ക്രേവിങ്സ് വരുമ്പം എന്താ ചെയ്യുന്നതെന്നുള്ളത്, എന്ത് കാര്യമാണ് ഇപ്പം സ്വീറ്റ്സിന് പകരം കഴിക്കുന്നതെന്നുള്ളത്, അതിൻ്റെ ഒരു ചെറിയൊരു റെസിപ്പി പോലെ കാണിക്കാമെന്ന് വിചാരിച്ചു. റെസിപ്പി എന്നൊന്നും പറയാനൊന്നുമില്ല, രണ്ട് കാര്യം മാത്രം മതി. ഇത് പക്ഷെ ഞാനങ്ങനെ ഊണിന് പുറമെ ഇപ്പം മിക്കവാറും എല്ലാവർക്കും ഉച്ചയ്ക്ക് ഉണ്ടതിന് ശേഷമായിരിക്കുമല്ലോ അങ്ങനെ ഒരു ക്രേവിങ്സ് ഉണ്ടാകുന്നത്. പക്ഷെ ഞാൻ പ്രത്യേകിച്ച് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഡയറ്റ് എടുക്കുന്ന ദിവസങ്ങളിൽ ഞാൻ ചോറുണ്ട് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു ക്രേവിങ് വന്നാലും ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. ഞാൻ പുറമെ ഇപ്പം കഴിക്കാറില്ല. ഞാൻ കൺട്രോൾ ചെയ്ത് പിടിച്ച് നിന്നിട്ട് ഞാനൊരു എന്താ പറയുന്നത്, ഒരു ഡിന്നർ ടൈമിലേക്ക് ഡിന്നർ ഞാനൊരു 5:30 എൻ്റെ ഡിന്നർ കഴിക്കും. അപ്പം അതിൻ്റെ കൂട്ടത്തിലാണ് ഞാനിത് കഴിക്കുന്നത്. അപ്പം ഇന്ന് എന്താ പറയുന്നത്, അപ്പം ഞാൻ എന്ത് ചെയ്യും, ഇതും കൂടെ കഴിക്കുമ്പോഴത്തേക്കിനും അപ്പം നമ്മൾ കഴിക്കുന്ന ഡിന്നറിന്റെ അളവ് ഞാൻ ചെറുതായിട്ടങ്ങ് കുറയ്ക്കും. പക്ഷെ മറ്റേന്ന് പറയുന്ന ഉച്ചയ്ക്ക് നമ്മൾ ചോറുണ്ട്, നമുക്ക് ആവശ്യത്തിനുള്ള ചോറും കൂട്ടാനും. ചോറ് കുറവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ചോറ് കുറവാണെങ്കിലും കൂട്ടാനൊക്കെ കൂട്ടി കുറച്ച് ഞാൻ എപ്പോഴും കുറച്ച് ഏറെ കൂട്ടാൻ കൂട്ടിയായിരിക്കും കഴിക്കുന്നത്. അപ്പൊ എന്തായാലും വയറിനൊരു ഫില്ലിംഗ് വരും. പക്ഷേ നമുക്ക് ആ ഒരു ഷുഗർ ക്രേവിങ്സ് ഉണ്ടാവും, ഒരു സ്വീറ്റ് കഴിക്കാനുള്ള ക്രേവിങ്സ് എല്ലാ ദിവസവും ഒന്നും എനിക്കിപ്പോൾ ഉണ്ടാകാറില്ല. അതൊക്കെ ഇപ്പോൾ കുറഞ്ഞു. ഇപ്പം എനിക്ക് ചില ദിവസങ്ങളിലൊക്കെ അങ്ങനെയൊക്കെ തോന്നാറുള്ളൂ. അപ്പോൾ അത് ഉടനെ കയറി കഴിക്കല്ലേ, ഒരു ഡിന്നറിനോട് അടുക്കുമ്പം കഴിച്ചു കഴിഞ്ഞാൽ അപ്പം ഡിന്നർ നമ്മൾ അത്രയും അളവിൽ കഴിക്കേണ്ട കാര്യമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം ഞാൻ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ വേണം. ഒന്ന്, ഒരു റോബസ്റ്റ പഴമാണ്. ഇത് നന്നായിട്ട് പഴുത്ത റോബസ്റ്റ പഴമാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. ഇത് അത്രയും ഒരു നല്ല പഴുത്തല്ല, പക്ഷെ എന്നാലും ഇത് പഴുത്ത റോബസ്റ്റ പഴമാണ്, കണ്ടാറ് മനസ്സിലാവും. പക്ഷെ നല്ല പഴുത്ത റോബസ്റ്റ പഴമാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റാണ്. പിന്നെ വേണ്ടത് ഈ സംഭവമാണ്. ഇതെന്താണ്? ഇത് അൺസ്വീറ്റൻഡ് പീനട്ട് ബട്ടർ. ഇത് അൺസ്വീറ്റൻഡ് ആണ്, അത് നോക്കി തന്നെ വാങ്ങിക്കണം. ഇത് പിൻഡോളയുടെ അൺസ്വീറ്റൻഡ് പീനട്ട് ബട്ടർ. ഈ അൺസ്വീറ്റൻഡ് പീനട്ട് ബട്ടർ സൂപ്പർ മാർക്കറ്റുകളിൽ വളരെ കുറവാണ് ഞാൻ കണ്ടിരിക്കുന്നത്. എപ്പോഴും സ്വീറ്റൻഡ് ആയിട്ടുള്ള പിൻഡോളയുടെ, സൺഡ്രോപ്പ് അങ്ങനെയുള്ള കുറെ ഇത് എപ്പോഴും അത് കുറവാണ് അൺസ്വീറ്റൻഡ് ആയിട്ടുള്ളത്. ആമസോണിലാണ് മിക്കവാറും ഈ അൺസ്വീറ്റൻഡ് പീനട്ട് ബട്ടർ ഞാൻ കഴിച്ചിരിക്കുന്നത്. ഇത് ഒരു ഫ്ലേവേഴ്സും പല ചോക്ലേറ്റ് ഫ്ലേവർ, ആ ഫ്ലേവർ, ഈ ഫ്ലേവർ എന്നൊക്കെ പറഞ്ഞിറങ്ങുന്നുണ്ട്. പക്ഷെ ഇതിലൊരു ഫ്ലേവേഴ്സും ഇല്ല. നോർമൽ അൺസ്വീറ്റൻഡ് ക്രഞ്ചിയാണ് എനിക്കിഷ്ടം, ക്രീമി അല്ല, ക്രഞ്ചി ആയിട്ടുള്ള പീനട്ട് ബട്ടറാണ്. ആക്ച്വലി പീനട്ട് ബട്ടർ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. എനിക്കൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. അതാകുമ്പോൾ കുറച്ചുകൂടെ ഹെൽത്തിയാണ്. കാരണം ഈ പീനട്ട് ബട്ടർ എൻ്റെ ഒരു 2018 തൊട്ട് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഞാൻ ആദ്യമൊക്കെ പീനട്ട് ബട്ടർ സ്വീറ്റൻഡ് ആയിരുന്നു. ഹോസ്റ്റലിലൊക്കെ നിൽക്കുമ്പം സ്വീറ്റൻഡ് പീനട്ട് ബട്ടർ ബ്രെഡിനകത്ത് തേച്ച് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഈ ഡയറ്റൊക്കെ തുടങ്ങിയപ്പോഴാണ് ഞാൻ അത് അൺസ്വീറ്റൻഡ് ആക്കിയത്. അൺസ്വീറ്റൻഡ് പീനട്ട് ബട്ടറും പഴവും, പീനട്ട് ബട്ടറും ആപ്പിളും കൂടെ കഴിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അത് ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല, പീനട്ട് ബട്ടറും ആപ്പിളും കൂടെ. പക്ഷെ പീനട്ട് ബട്ടറും പഴം ഇതും നല്ലത്. നമ്മുടെ ചെറുപഴം ആണെങ്കിലും നല്ല. പക്ഷെ ചെറുപഴത്തിലും ആ ഒരു കുറച്ചുകൂടെ നല്ലത് റോബസ്റ്റ പഴം തന്നെ. ഈ റോബസ്റ്റ പഴം അല്ലേ എപ്പോഴും നമ്മൾ കേക്കിനും ഇങ്ങനെയുള്ള കാര്യത്തിന്, കുക്കീസ്, കേക്ക് അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ യൂസ് ചെയ്യുന്ന എപ്പോഴും റോബസ്റ്റ പഴമാണ്. അതാണ് കുറച്ചുകൂടെ ചേർന്ന് പോകുന്നത്. അപ്പം ഒന്നുമില്ല, ഇത് രണ്ടും കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തങ്ങ് കഴിക്കുക. വേണമെങ്കിൽ ഇത് പഴമെടുത്ത് ഡിപ്പ് ചെയ്ത് കഴിക്കാം, അല്ലെങ്കിൽ ഇപ്പം ഞാൻ കാണിക്കുന്ന രീതി കഴിക്കാം. ഞാനിപ്പോൾ ചെയ്യുന്ന രീതി കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ആദ്യം നമുക്ക് പഴമാണ് വേണ്ടത്. പഴം നല്ലപോലെ അങ്ങ് ഉടച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1 സ്പൂൺ പീനട്ട് ബട്ടർ,
അതാണ് നമ്മുടെ സംഭവം. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സ്വീറ്റ് ക്രേവിങ് വരുമ്പം ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. എന്നിട്ട് ഇതങ്ങോട്ട് കഴിക്കുക. ഇത് കഴിച്ചു കഴിയുമ്പം എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഫീലിംഗ് തോന്നും. എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക എല്ലാവരും. കാരണം ഇതിങ്ങനെ കഴിച്ചു നോക്കാത്തവർക്ക് ചിലർക്ക് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് ഞാൻ ഒരിക്കലും നിർബന്ധം പറയത്തില്ല. പക്ഷെ എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഇത് രണ്ടും കൂടി ഇങ്ങനെ കഴിക്കുക എന്നാണ്. ഇപ്പം ഞാനിതൊരു മീലായിട്ടാണ് കഴിക്കാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യും, ഇത് നമ്മുടെ ബ്രെഡിന്റെ ഇടയിൽ വെച്ച് ബ്രെഡിൽ വീറ്റ് ബ്രെഡ് എടുക്കുക, ചെറുതായിട്ടൊന്ന് ബട്ടറിൽ ടോസ്റ്റ് ചെയ്യുക ഇതിന്റെ ഉള്ളിൽ. അപ്പൊ ഞാൻ കുറച്ചുകൂടെ പീനട്ട് ബട്ടർ ആഡ് ചെയ്യും. എന്നിട്ട് ഇത് അതിന്റെ ഉള്ളിൽ തേച്ച് അങ്ങ് കഴിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ഒരു മുട്ട ബുൾസയോ ഒരു ഓംലെറ്റോ കഴിച്ചു കഴിഞ്ഞാൽ സംഭവം സെറ്റായി. പിന്നെ കുറച്ച് ഇതിന് വേണ്ടിയിട്ട് ഫൈബറിന് വേണ്ടിയിട്ട് കുറച്ച് കുക്കുമ്പറും ക്യാരറ്റും കൂടെ കഴിക്കുക. അതാകുമ്പോൾ ഒരു ഡിന്നർ കോംബോ സെറ്റായി. ഞാൻ വേറൊരു ഇതിൽ കാണിക്കാം. അല്ലെങ്കിൽ ഇപ്പം എൻ്റെ കയ്യിൽ ഇന്ന് ബ്രെഡ് ഇല്ലായിരുന്നു. അപ്പം എനിക്കിങ്ങനെ തോന്നിയപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വീഡിയോയും കൂടെ അങ്ങ് എടുക്കാമെന്ന്. കാരണം റോബസ്റ്റാ പഴവും ഇരിപ്പുണ്ട്. അപ്പം ഇത് രണ്ടും കൂടെ കഴിച്ചിട്ട് ഇപ്പം ഇന്ന് എൻ്റെ ഡിന്നർ എന്ന് പറയുന്നത് ആക്ച്വലി ഇത് കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു വയറിന്, കാരണം പീനട്ട് ബട്ടർ ഒക്കെ അല്ലേ, പീനട്ട് എന്ന് പറയുന്ന പ്രോട്ടീനാണ്, നമ്മുടെ കപ്പലണ്ടി അത് പ്രോട്ടീനാണ് സംഭവം. ഇത് പക്ഷെ എനിക്കിനി ഇത് വാങ്ങിക്കുന്ന നിർത്തിയിട്ട് എനിക്കിനി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഉണ്ടാക്കി നോക്കണം. പീനട്ട് ബട്ടർ ആക്ച്വലി കപ്പലണ്ടി വാങ്ങിച്ചിട്ട് നമുക്ക് ട്രൈ ചെയ്യാനുള്ളതേ ഉള്ളെന്ന് തോന്നുന്നു. അതാകുമ്പോൾ കുറച്ചുകൂടെ നല്ലതല്ലേ. ഞാൻ മിക്കവാറും എനിക്ക് തോന്നുമ്പോൾ ഞാൻ എടുത്ത് കഴിക്കും ഇതിൻ്റെ ഒരു സ്പൂണ്. എനിക്കിഷ്ടമാണ് സ്വീറ്റൻഡ് പീനട്ട് ബട്ടറും എനിക്കിഷ്ടമാണ്. പക്ഷെ ഞാനിപ്പോൾ അത് മേടിക്കാറില്ല. അപ്പോൾ ഇന്ന് ഞാൻ കഴിക്കുന്നത് ഒരു ഏത്തപ്പഴം ഇരിപ്പുണ്ടായിരുന്നു, അതിൻ്റെ കൂടെ ഒരു മുട്ട പുഴുങ്ങിയതേ കഴിക്കുന്നുള്ളൂ. അത് മതി. കാരണം ഇത് കഴിക്കുമ്പോൾ തന്നെ നമുക്കൊരു ചെറുതായിട്ടൊരു സാറ്റിസ്ഫാക്ഷനും വയറ് നിറഞ്ഞ ഫീലിംഗ് ഒക്കെ തോന്നും. പിന്നെ വേറൊരു പരിപാടിയുണ്ട്. ഏത്തപ്പഴം ഇല്ലേ, അത് കൂടുതൽ മൈക്രോവേവ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. ഏത്തപ്പഴം തൊലിയൊക്കെ കളഞ്ഞ് ഒരു 2 ഏത്തപ്പഴവും അതിൻ്റെ മുകളിൽ കുറച്ച് ഇതുപോലെ പീനട്ട് ബട്ടറും കൂടെ ഒഴിച്ചിട്ട് ഒരു 2-3 സ്പൂണും കൂടി ഇങ്ങനെ ഒഴിക്കുക. ഏത്തപ്പഴം ഒന്ന് 2ആയിട്ട് മുറിച്ച് 3ആയിട്ടോ ഇങ്ങനെ മുറിച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ പീനട്ട് ബട്ടറും കൂടെ ഒഴിച്ചിട്ട് മൈക്രോവേവിൽ കയറ്റി ആ ഒരു പഴം ഒന്ന് പുഴുങ്ങുന്ന ആ ഒരു സമയമുള്ള 1 മിനിറ്റ് എങ്ങാണ്ട് മതിയെന്ന് തോന്നുന്നു. പുഴുങ്ങിയെടുത്ത് തിന്നു കഴിഞ്ഞാലും അതും ഒരു നല്ല മീറ്റ്. അതൊക്കെ ലാസ്റ്റ് ഒരു ഡിന്നർ, ഒരു ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്നവർക്ക് ഒരു 5 മണി 6 മണി സമയത്ത് കഴിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു മുട്ട പുഴുങ്ങിയത് ആഡ് ചെയ്യാം, പിന്നെ വെജിറ്റബിൾസ് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാം, അങ്ങനെ ചെയ്യാം. അതൊക്കെ ഒരു സ്വീറ്റ് ക്രേവിങ്സ് ഉള്ള ചില ദിവസങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന ഉഗ്രൻ ചില കാര്യങ്ങളാണ്. ഈ എന്താ പറയുന്നത്, നമ്മുടെ പഴം, റോബസ്റ്റാ പഴം, പീനട്ട് ബട്ടർ. അപ്പോൾ അതൊരു മീലായിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ബ്രെഡിൻ്റെ ഇടയിൽ വെച്ച് തൂത്ത് കഴിച്ചാൽ മതി, നല്ലതാ. അപ്പം ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. ഞാനിത് ഇടയ്ക്ക് ഞാനിങ്ങനെ തോന്നിയപ്പോൾ ഞാൻ എടുത്താണ്. എനിക്കിന്നാണെങ്കിൽ സ്വീറ്റ് കഴിക്കാനുള്ള ഒരു തോന്നലും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും റോബസ്റ്റാ ഇത് ഞാൻ എടുക്കുന്നുണ്ട്, അപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് ഇടാം. പിന്നെ മീലായിട്ടുള്ള സംഭവം എന്ന് പറയുമ്പോഴത്തേനും ഞാൻ പിന്നെ മീലായിട്ട് ഇത് വേറെ കാണിക്കാം. പിന്നെ ആക്ച്വലി ഈ സംഭവം എടുത്തിട്ട് ഇതിനകത്ത് കുറച്ച് കൊക്കോ പൗഡറും പിന്നെ കുറച്ച് ഓട്സിന്റെ പൗഡർ ഉണ്ടെങ്കിൽ ഓട്സിന്റെ പൗഡറില്ല അതും കൂടെ കൊണ്ട് മിക്സ് ചെയ്ത് കുറച്ച് സോഡാപ്പൊടി ഒരു മുട്ടയൊക്കെ ചേർത്ത്, അല്ല ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും മുട്ടയൊക്കെ ചേർത്ത് ഇളക്കി ഓവനിൽ വെച്ച് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ എന്തായി, കേക്കായി. അതും ഒരു എന്താ പറയുക, നല്ല റോബസ്റ്റാ പഴമാണെങ്കിൽ, നല്ല മധുരമുള്ള റോബസ്റ്റാ പഴമാണെങ്കിൽ അത്യാവശ്യം മധുരമൊക്കെ കാണും. പിന്നെ ഇത് പുഡിംഗ് പോലെ ആക്കാം. ഇതിനകത്ത് എന്ത് ചെയ്യണം, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് കൊക്കോ പൗഡറും കുറച്ച് വാനില എസൻസും കുറച്ച് പാലും പിന്നെ അങ്ങനെ എന്തൊക്കെയോ മിക്സ് ചെയ്ത് ഫ്രിഡ്ജിനകത്ത് വെച്ച്, അല്ലെങ്കിൽ ഓവർനൈറ്റ് ഓട്സ് പോലൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്വീറ്റ് ക്രേവിങ്സിന് ഭയങ്കര നല്ലതാണ്. ഇതിപ്പം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ
നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ബ്രെഡ് ഒരു ചെറുതായിട്ട് ബട്ടറി ടോസ്റ്റ് ചെയ്ത് ഒരു ബ്രെഡിന്റെ ഇടയിൽ വെച്ച് ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പം ഇന്നത്തെ എൻ്റെ ഒരു എൻ്റെ ഡിന്നറിന്റെ ഭാഗമാണിത്. സമയം ഇപ്പം 5 മണി ആവുന്നേ ഉള്ളൂ. എൻ്റെ ഡിന്നർ ഞാൻ കാണിച്ചു തരാം. ഇതാണ്, ഞാനൊരു ഏത്തപ്പഴം ഇങ്ങനെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു മുട്ടയും കൂടെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ആഴ്ചയിൽ ഒരു 2 തവണ, ഈ ഒരു ഡിന്നർ ഞാൻ ആഴ്ചയിൽ ഒരു 2 തവണ 3 തവണ എന്തായാലും ഇല്ല, 2 തവണയൊക്കെ ഞാൻ ഇങ്ങനെ ഒരു ഡിന്നർ എടുക്കും. അപ്പം ഇതിപ്പം ഞാൻ ഇത്രയും ഒരു ഏത്തപ്പഴവും ഒരു മുട്ടയും, സാധാരണ 2 മുട്ടയും ഒരു ഏത്തപ്പഴവുമാണ് എടുക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ചിലപ്പം ഇന്ന് സ്വീറ്റ് പൊട്ടറ്റോ ഇല്ല, സ്വീറ്റ് പൊട്ടറ്റോ എടുക്കും. ഒരു സ്വീറ്റ് പൊട്ടറ്റോയുടെ ഭാഗവും കൂടെ എടുത്തിട്ട് ഒരു ചെറിയ കഷ്ണം, പിന്നെ കുറച്ച് കുക്കുംബറും ക്യാരറ്റും കൂടെ കഴിക്കുമ്പോഴത്തേനും അതങ്ങ് റെഡിയാവും. പിന്നെ മുട്ട റീപ്ലേസ് ചെയ്ത് ഞാൻ ചിലപ്പം ചെറുപയർ പുഴുങ്ങിയതെടുക്കും. ഇനി ഞാൻ ഉച്ചയ്ക്ക് ചെറുപയറൊക്കെ കൂട്ടി കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അതെടുത്തില്ല. ഇരിപ്പുണ്ട്, പക്ഷെ അതെടുത്തില്ല. അപ്പം ഇന്ന് അപ്പൊ ഞാൻ വിചാരിച്ചു ഇതെടുക്കാം. ഇത് തിന്നു കഴിയുമ്പോഴത്തേനും അതാവുമ്പോഴത്തേക്കിനും നമുക്ക് എന്താ പറയുക, കുറച്ചൊക്കെ വയറ് നിറയും. അപ്പൊ അതും കൂടെ ആയി, കുറച്ച് കുക്കുംബറും ക്യാരറ്റും കുറച്ച് സാലഡും കൂടെ കഴിച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് അങ്ങ് വയറ് ഫില്ലാവും. പിന്നെ നാളെ രാവിലെ 8 മണിക്ക് ഞാൻ കഴിക്കത്തുള്ളൂ. അപ്പം ഈ ഒരു റെസിപ്പി, ഈ ഒരു കാര്യം കാണിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ എടുത്തത്. ഇന്ന് വലിയ ലെങ്ത് ഉള്ള വീഡിയോ ഒന്നുമില്ല. പെട്ടെന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നു. എൻ്റെ മനസ്സിൽ മൊത്തം ഇത് മറ്റേ ഒരു മീൽ കോംബോ ആയിട്ട് കാണിക്കാം. അതായത് ഇത് വേണമെങ്കിൽ നമുക്ക് മീൽ കോംബോ ആയിട്ടും ട്രൈ ചെയ്യാം, കാണിക്കണമെന്നായിരുന്നു. പക്ഷെ അത് ഞാൻ ഇനിയിപ്പം വേറൊരു വീഡിയോയിൽ ഇതിൻ്റെ ഒരു മീൽ കോംബോ കാണിക്കാം. ഇത് ജസ്റ്റ് ഞാനൊരു എന്താ പറയുന്നത്, എൻ്റെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഇടയിൽ സ്വീറ്റ് ക്രേവിങ്സ് വരുമ്പോൾ ഞാൻ എന്താണ് കഴിക്കുന്നത് എന്നുള്ള ഒരു കാര്യം കാണിച്ചാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത്. താങ്ക് യു സോ മച്ച്.